ഹായ് ഫ്രണ്ട്സ്, ഒരു 11 മണിയായിട്ടോ സമയം. പണി ഏകദേശം എല്ലാം തീർന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് കറികൾ ഇരിപ്പുണ്ട്, പിന്നെ കുറച്ച് കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വേറെ തുണികളെല്ലാം വാഷിംഗ് മെഷീനിൽ അലക്കി വിരിച്ചിട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് തേക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, തേക്കാൻ അറിയാത്ത ഒരുപാട് പേര് കാണുമല്ലോ. തേക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. ഈ കറക്റ്റ് നമ്മൾ തേച്ച് ഹാങ്ങറിൽ ഇടുന്ന അത് നമുക്ക് മിക്കവർക്കും പറ്റും, അറിയാത്തവരും ചെയ്യും. പക്ഷേ ഈ ക്രീസ് കറക്റ്റായിട്ട് വീണ് മടക്കി തേച്ച് ഇങ്ങനെ വെക്കത്തില്ലേ, അങ്ങനെ പലർക്കും അത് തേച്ച് വെക്കാനായിട്ട്, ഷർട്ടൊക്കെ തേച്ച് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, എനിക്കും അത് ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നെ പഠിപ്പിച്ചെന്ന ഒരാളുണ്ട്, എൻ്റെ അപ്പുച്ചിറ്റപ്പൻ, ആലപ്പുഴയിലുള്ള അപ്പുച്ചിറ്റപ്പൻ. അപ്പം ഞാൻ അവിടെ 2 വർഷം നിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിയാണ് എന്നെ ഇതെങ്ങനെയാണ് ഷർട്ട് കറക്റ്റായിട്ട് തേച്ച് മടക്കി വെക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തന്നത്. പുള്ളി ഒരു ടീച്ചറായിരുന്നു. അപ്പോൾ നല്ല തേച്ച് നല്ല റെഡിയാക്കിയ ഷർട്ട് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അതപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. ഇന്നും ഞാൻ ആ ടെക്നിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. മിക്കവരും അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും അങ്ങനെയുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. നല്ലൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കോളറാണ് കേട്ടോ തേക്കുന്നത്. കോളറ് നേരെ നിവർത്തി വെച്ചിട്ട് കോളറിൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡ് നല്ലപോലെ ആദ്യം തേച്ചെടുക്കുക. അത് കഴിഞ്ഞ് തിരിച്ചിട്ടിട്ട് ആ കോളറിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, കുറച്ചുകൂടി താന്നൊരു പ്രദേശം ഉണ്ടല്ലോ, ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന ആ ഒരു സൈഡ് നല്ലപോലെ ആദ്യം തേച്ചെടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കോളറ് തിരിച്ചിട്ട് ഒന്ന് മടക്കി, കോളറൊന്ന് മടക്കി കൊടുത്തിട്ട് അതും ഒന്ന് തേച്ചെടുക്കുക. അപ്പോൾ ആ ക്രീസ് കറക്റ്റായിട്ട് കോളറിൻ്റെ വീഴും. അത് കഴിഞ്ഞ് നമ്മൾ കൈയാണ് ചെയ്യുന്നത്. കൈയിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ കൈ ഇങ്ങനെ ഫുൾ കയ്യനാണെങ്കിൽ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് അത് കറക്റ്റായിട്ട് പിടിച്ച് വെച്ചിട്ട് വേണം നമ്മൾ തേക്കാനായിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് ആ വരയൊക്കെ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ വര കാണും കറക്റ്റായിട്ട്. അപ്പോൾ അങ്ങനെ 2 സൈഡും നമ്മൾ മറിച്ചും തിരിച്ചും തേച്ചെടുക്കണം കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനകത്ത് ഒരു ഷർട്ട് നമുക്ക് തേച്ചെടുക്കാൻ പറ്റും. വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കുറച്ചൊന്ന് സ്ലോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റായിട്ട് ചെയ്യുന്നവരൊക്കെ ഒരു 5 മിനിറ്റ്സിനകത്തൊക്കെ നമുക്ക് എന്തായാലും ഒരു ഷർട്ട് തേച്ചെടുക്കാൻ പറ്റും. ഇത് ഞാൻ പറയുന്നത് ഫുൾ കൈൻ ഷർട്ടാണ്. ഹാഫ് കൈൻ പിന്നെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഫുൾ കൈൻ ഷർട്ടാണ് കുറച്ചുകൂടി പാട് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു സൈഡ് കൈ ചെയ്തതിന് ശേഷം മറ്റേ സൈഡിൻ്റെ കൈയും അതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ തിരിച്ചിട്ടിട്ട് ആ കറക്റ്റ് ആ വര നോക്കി നമ്മൾ കൈ സെറ്റ് ചെയ്തിട്ട് വേണം തേക്കാനായിട്ട്. സ്റ്റിച്ചിൻ്റെ അത് തന്നെ ഫോളോ ചെയ്ത് വേണം നമ്മൾ മടക്കാനായിട്ട്, എന്നിട്ട് തേച്ചെടുക്കുക. ഇതിത്ര വലിയ ആനക്കാരിയോ ചേനക്കാരിയോ അല്ല, പക്ഷെ എന്നാലും നമുക്കൊരു നല്ല ഷർട്ട് കുറച്ച് തേച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂറിനകത്ത് ഒരു 5-6 ഷർട്ട് തേച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കുള്ളതായല്ലോ, അല്ലേ? ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള ഷർട്ട് നമുക്ക് തേച്ച് വയ്ക്കാം. ഒരു സൺഡേ നോക്കി തേച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായില്ലേ? അത് കാരണം കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ തിരിച്ച് മറിച്ചു ഇട്ടിട്ട് നമ്മൾ തേച്ചെടുക്കുകയാണ്. ഇനിയും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് വീണ്ടും ഇട്ടിട്ട് തേക്കാത്ത ബാക്കിയുള്ള സ്ഥലമുണ്ടല്ലോ ബാക്ക്, അത് മൊത്തം നമ്മൾ തേച്ചെടുക്കണം. അത് എൻ്റെ ടേബിൾ ചെറുതാണ്. വലിയ ടേബിളിലൊക്കെ ഇട്ട് തേക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നിവർത്തിയിട്ട് തേക്കാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ ടേബിളിന് വീതിയില്ല അധികം. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പോർഷൻസ് എടുത്തിട്ട് തേച്ച പോർഷൻ മുമ്പിലോട്ടാക്കി ബാക്കിയുള്ള പോർഷൻ തേച്ചെടുക്കുക. ഇത് ആദ്യമായിട്ട് തേക്കുന്നവർക്ക് കുറച്ച് സമയം എടുക്കുമായിരിക്കും.
പക്ഷേ നമുക്ക് പ്രാക്ടീസാണ് കേട്ടോ. ഇത് നമ്മളൊരു 5-6 ഷർട്ട് തേച്ച് കഴിയുമ്പോൾ അത് തന്നെ നമുക്ക് സ്പീഡ് കൂടിക്കോളും. നമുക്ക് ഏത് കാര്യവും നമ്മൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണല്ലോ. അപ്പോൾ ഇങ്ങനെ ബാക്ക് സൈഡാണ് തേച്ചെടുക്കുന്നത്. ഇനിയും ഇതിൻ്റെ അകത്ത് ഫ്രണ്ട് തേക്കുന്നില്ല, ഫ്രണ്ട് നമ്മൾ തിരിച്ചിട്ട് തേക്കുന്നില്ല. അത് തേക്കുന്ന ഷർട്ട് ഫുൾ മടക്കിയതിന് ശേഷം, അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ തിരിച്ചിട്ടിട്ട് അതിൻ്റെ ബട്ടൺ ഇടുക. കോളർ ബട്ടൺ ഇടണ്ട, താഴത്തെ ബട്ടൺ, കോളറിൻ്റെ തൊട്ട് താഴത്തെ ബട്ടൺ, പിന്നെ 1.5 ഉള്ള ബട്ടൺ, ഫുൾ ബട്ടൺ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഏറ്റവും താഴെയുള്ള ബട്ടണും കൂടി അങ്ങ് ഇടുക. ഇത്രയും ബട്ടൺ അപ്പ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് കറക്റ്റായിട്ട് പിടിച്ച് ഈ ഷർട്ട് ഒന്ന് തിരിച്ചിടണം. കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി ബാക്ക് തേച്ചതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് വീണ്ടും തിരിച്ചിടുന്നതെന്ന്. ഒന്ന് കണ്ടു നോക്കൂ. ഇതേപോലെ തിരിച്ചിടുക. ഇനിയും ഇതിനെ ഒന്ന് തട്ടി നിവർത്തി ശരിയാക്കിയിട്ട് മടക്കുക. അതുപോലെ ഇത്രയും ഭാഗം മടക്കിയാൽ മതി, കൂടുതൽ മടക്കേണ്ട ആവശ്യമില്ല. അപ്പം നോക്കുമ്പോൾ കുറച്ചിങ്ങനെ നമുക്ക് മടക്കിയാ വരുന്ന അത് കാണണം. എന്നിട്ട് ആ മടക്ക് നമ്മളൊന്ന് നല്ലപോലെ തേച്ചെടുക്കുക. അപ്പോഴാണ് നമ്മൾ ഷർട്ട് ഇടുമ്പോൾ ആ മടക്ക് നമുക്ക് ഫ്രണ്ടിൽ തേച്ച ഒരു മടക്ക് കാണുമല്ലോ, അത് ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അത് തേച്ചെടുക്കുക. ആ മടക്ക് നല്ല പോലെ ഒന്ന് തേച്ചെടുക്കുക. അപ്പോൾ ഫ്രണ്ട് ഇപ്പോഴാണ് നമ്മൾ തേക്കുന്നത്. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഫ്രണ്ട് സൈഡ് ഞാൻ ഇപ്പോഴാണ് തേച്ച് തുടങ്ങിയത്. അപ്പോൾ ഇത് സമയലാഭമാണ് കേട്ടോ ശരിക്കും. എന്നിട്ട് പിന്നെ കൈ ഇതുപോലെ ഞാൻ കാണിക്കുന്ന പോലെ മടക്കി ഇങ്ങനെ വയ്ക്കണം. കണ്ടോ? എന്നിട്ട് അതും ഒന്നുകൂടി വെച്ചൊന്ന് തേച്ചേക്കണം. ഇനി ഇതൊന്ന് അങ്ങോട്ടേക്ക് നീക്കി വെച്ചിട്ട്, വലിയ ടേബിളാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ ടേബിളായ കാരണമാണ് കേട്ടോ, കുഴപ്പമില്ല. ഇത് ഈ സൈഡും അതേപോലെ തന്നെ മടക്കണം. എന്നിട്ട് നോക്കണം 2 സൈഡും ഒരേപോലെ ആണോ മടങ്ങിയിരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് അവിടുത്തെ ക്രീസും കൂടി ഒന്ന് നല്ല പോലെ ഇതൊന്ന് തേച്ചെടുക്കുക. എളുപ്പമാണ്, വലിയ പാടുള്ള പണിയൊന്നും അല്ല, റോക്കറ്റ് സയൻസ് ഒന്നും അല്ല, ഇത് എളുപ്പമാണ്. എന്നിട്ട് അവിടുത്തെ കയ്യും അതേപോലെ തന്നെ മടക്കി, രണ്ടും ഒരേ ലെങ്ത്തിൽ വരും. നമ്മൾ കറക്റ്റായിട്ട് മടക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരും. എന്നിട്ട് ഒരു ചെറിയ മടക്ക് കൊടുക്കുക ആദ്യം, ഒരുപാട് വലിയ മടക്കല്ല, ചെറിയ മടക്ക്. അപ്പോൾ ഇനി നമ്മൾ ഫ്രണ്ട് കണ്ടു. അപ്പോൾ ഫ്രണ്ട് സൈഡ് ഇപ്പോഴാണ് നമ്മൾ തേക്കുന്നത്, കണ്ടോ? മടക്ക് കഴിയുമ്പോഴാണ്. ഇനിയും ഒന്നുകൂടി മടക്കും. അത് കോളർ വരെ അങ്ങോട്ട് മടക്കണം. അപ്പോൾ ഇതൊരു സ്ക്വയറോ റെക്റ്റാങ്കിളോ ഷേപ്പിൽ വരും. കൂടുതലും റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് നമ്മൾ മടക്കിയെടുക്കുന്നത്. എന്നിട്ട് തിരിച്ചിടുക. എന്നിട്ട് ആ ലാസ്റ്റ് നമ്മുടെ ആ കോളറിൻ്റെ ബട്ടൺ നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു, ആ കോളർ ബട്ടണും കൂടി അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് ഇട്ടിട്ട് ഫൈനലായിട്ട് ഫ്രണ്ട് വശം നല്ല പോലെ തേച്ചെടുക്കുക. അത്രയേ ഉള്ളൂ പണി. എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അറിയാത്തവർ ഇന്ന് തന്നെ ഒരു ഷർട്ട് തേച്ച് നോക്കിയിട്ട് കമൻ്റ് ഇടുക കേട്ടോ. എളുപ്പമാണ്, ഈസിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചാനൽ. ഷർട്ട് എന്ത് പെർഫെക്റ്റായിന്ന് നോക്കിക്കേ. ഹായ്, അടിപൊളി.